കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ഒന്നാം വർഷ BDS വിദ്യാർത്ഥി RL നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളായ അധ്യാപകരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മതിയായ തെളിവുകൾ ശേഖരിച്ച ശേഷം മതി അറസ്റ്റ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ആരോപണ വിധേയരായ 2 അധ്യാപകരും അവരുടെ സുരക്ഷയെ കരുതി ഒളിവിലാണിപ്പോൾ. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു, യഥാർത്ഥത്തിൽ ഈ സർക്കാരിൽ നിന്ന് ഒരു പ്രഷർ, നമുക്കറിയാം കാവൽ മന്ത്രിസഭയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ പോലും ഉദ്യോഗസ്ഥ തലത്തിലൊരു സമ്മർദ്ദമുണ്ടോ ഈ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. എന്തായാലും നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ഈ റാം അതുപോലെ തന്നെ സംഗീത എന്നീ അധ്യാപകർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ തന്നെ രണ്ടുപേരും ഒളിവിൽ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിതിൻ രാജിന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തി അമ്മയുടെ ഒഴികെ മറ്റെല്ലാ ബന്ധുക്കളുടെയും അച്ഛന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഒപ്പം സഹപാഠികളായിട്ടുള്ള 2 പെൺകുട്ടികൾ ഈ വീട്ടിലേക്ക് എത്തി അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ്, അവിടെ നടക്കുന്ന അരാജകത്വം ഒക്കെ തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇന്നലെ DGPയുടെ ഓഫീസിലേക്ക് എത്തി ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തു. എന്തായാലും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയാണ്. വിശദമായിട്ടുള്ള തെളിവ് ശേഖരിച്ചതിനു ശേഷം, മൊഴിയെടുത്തതിനു ശേഷം മാത്രം മതി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ അധ്യാപകർ അവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പഴുതുകൾ അടച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. ഈ DGPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ഈ അന്വേഷണ സംഘം പ്രത്യേകമായി രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുവാനും ബന്ധുക്കൾ ശ്രമം നടത്തുന്നുണ്ട്. MLA സ്റ്റീഫൻ വഴി അത്തരമൊരു ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ അധ്യാപകർ ഒളിവിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നും വലിയ പ്രതിഷേധത്തിനുണ്ടാകാൻ സാഹചര്യമുണ്ട്. ഇന്നലെ അഞ്ചരക്കണ്ടിയിലെ മെഡിക്കൽ കോളേജിലേക്ക് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും വലിയൊരു ആരോപണം ഉയർന്നു വരുന്നത് അവിടുത്തെ ഒരു വിദ്യാർത്ഥി എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു അനുശോചന യോഗമെങ്കിലും ഈ കോളേജിൽ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അധ്യാപകർ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും തന്നെ നിലവിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും രൂക്ഷ വിമർശനം ഈ കോളേജിനെതിരെയും അധ്യാപകർക്കെതിരെയും ഉയരുന്നുണ്ട്. ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമായി പോകുന്നു. നിലവിൽ ഉള്ള അന്വേഷണത്തിൽ തൃപ്തി എന്നുള്ളതാണ് ഇന്നലെ രക്ഷകർത്താക്കളെല്ലാം തന്നെ, അതായത് നിതിൻ രാജിന്റെ അച്ഛനടക്കം മാധ്യമങ്ങളെത്തി പ്രതികരിച്ചത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.